എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം പയ്യന്നൂരിലെ സീനിയർ അഭിഭാഷകനും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഇലക്ഷനിൽ വിജയിച്ച വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ഒരു പാനലിലെ പ്രസിഡന്റുമായ ബാർ കൗൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ വിജയകുമാറുമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കെ വിജയകുമാറിന് ഒരു വിശേഷണവും പച്ചവെളിച്ചം നൽകേണ്ടതില്ല. പയ്യന്നൂരിലെ രാഷ്ട്രീയ, സാമൂഹിക അതുപോലെ തന്നെ നിയമ മേഖലകളിലെ നിറസാന്നിധ്യമാണ് വിജയേട്ടൻ. നമ്മളെല്ലാവരും വിജയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. വിജയേട്ടനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിജയേട്ടൻ എന്താണ് ചില ഈ വിഷയവുമായി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് പച്ചവെളിച്ചം വിജയേട്ടനെ അഭിനന്ദിക്കുകയാണ്. വിജയേട്ടൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഒരു പാനൽ വലിയ വിജയം നേടിയിട്ടുണ്ട്, അതിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എന്താണ് വിജയേട്ടന് ആമുഖമായിട്ട് പയ്യന്നൂരിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച്, ഇലക്ഷനെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? പയ്യന്നൂരിലത്തെ ബാർ അസോസിയേഷൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നു. ഞാൻ സാധാരണഗതിയിൽ വളരെ 50 കൊല്ലമായി ഇതുവരെ ഇതിനു മുമ്പുള്ള 10-20 കൊല്ലത്തോളം ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട്. ഇത്തവണ എന്തായാലും മത്സരിക്കണമെന്ന് എൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരരംഗത്തേക്ക് വരാനിടയായതാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞത്, അഭിഭാഷകരായ എല്ലാവരും പറഞ്ഞത്, ഇത്തവണ എല്ലാവരും കൂടി യോജിച്ചിട്ടുള്ള ഒരു സമവായം ഉണ്ടാക്കണമെന്ന്, ഒരു കോംപ്രമൈസ് പാനലിൽ ഞാൻ പ്രസിഡന്റ് ആവണമെന്നാണ് പറഞ്ഞത്. അത് കേട്ടാണ് ഞാൻ എന്നാൽ പിന്നെ നോമിനേഷൻ കൊടുത്തു കളയാമെന്ന് പറഞ്ഞ് നോമിനേഷൻ കൊടുത്തു. പക്ഷെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായൊരു പോളറൈസേഷൻ ഇവിടെ ഉണ്ടായി. എന്നോടത് നിർദ്ദേശിച്ച സീനിയർ അഭിഭാഷകർക്ക് പോലും അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 4 പേര് എനിക്കെതിരായിട്ട് മത്സരിക്കുന്നതായി നോമിനേഷൻ കൊടുത്തു. അതിൻ്റെ അന്തിമഘട്ടത്തിൽ 3 പേര് പിൻവലിച്ചു, ഒരാൾ മാത്രം ബാക്കിയായി, അഡ്വക്കേറ്റ് പ്രഭാകരൻ. അതിന് പുറമെ സെക്രട്ടറിഷിപ്പിലേക്കും 4 പേര് മത്സരിച്ചു. അവരിലും 3 പേര് പിൻവലിച്ചു. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി മാത്രം അതിൻ്റെ സെക്രട്ടറിയായിട്ട് മത്സരിക്കുന്ന നിലയുണ്ടായി. പിന്നെ അങ്ങോട്ട് ഓരോ പ്രധാന സീറ്റുകളിലും, അതായത് വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയിട്ടുള്ള സീറ്റുകളിലും കടുത്ത മത്സരം വന്നു. എക്സിക്യൂട്ടീവിലാണെങ്കിൽ എക്സിക്യൂട്ടീവിൽ 10 പേരാണ് വേണ്ടത്. അപ്പോൾ 10 10 20 പേരുടെ ഒരു പാനലും വന്നു. ഒരാളോ മറ്റോ ഒഴിവായിട്ടുണ്ട്. 10 9 19 പേരുടെ മറ്റു പാനലും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം ഒരു കോംപ്രമൈസ് പാനലായിരിക്കും എന്നുള്ള ധാരണയിൽ തുടങ്ങി വെച്ച ഈ ഇലക്ഷൻ പിന്നീട് അങ്ങോട്ടൊരു കടുത്ത മത്സരത്തിൻ്റെ വേദിയായി മാറി. പിന്നെ മാത്രവുമല്ല, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ഒരു പാനലും അതിനെതിരായി അഭിഭാഷക പരിഷത്തിൻ്റെയും ലോയേഴ്സ് കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു പാനലും ആണ് ഈ മത്സര രംഗത്ത് വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന് സ്വാഭാവികമായിട്ടും വളരെ ടൈറ്റായൊരു ഫൈറ്റായിട്ടത് മാറി. കാരണം അങ്ങനെ 2 വിഭാഗം, അതായത് ലോയേഴ്സ് അഭിഭാഷക പരിഷത്തിനെയും ലോയേഴ്സ് കോൺഗ്രസിനെയും 2 പേരും കൂടെ കൂടിയ ഒരു ശക്തിയെ എതിർക്കാൻ ഒരുപക്ഷെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന് സാധിക്കാത്തൊരവസ്ഥ. പക്ഷേ എങ്കിലും മത്സരരംഗത്ത് എത്തിപ്പെട്ടു. പിന്നെ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കണം. അപ്പോൾ ഞങ്ങളിൽ ആര് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ കടുത്ത ഒരു മത്സരത്തിൽ ബലിയാടാക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുക, അതിനുണ്ടാകുന്ന എന്താണ് അതിൻ്റെ ഒരു തീരുമാനം എന്ന് വിചാരിച്ചാൽ അത് ഏറ്റുവാങ്ങാം എന്നുള്ള ധൈര്യത്തിൽ തന്നെ അങ്ങോട്ട് മത്സരിച്ചതാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഞാൻ അനുസരിക്കേണ്ടുന്ന മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് തന്നെയാണ് മത്സരരംഗത്തേക്ക്. പക്ഷെ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ 2 തരം രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിൽ, അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടും ഒരു വ്യക്തിയുമല്ല, ഒരു പ്രസ്ഥാനമാണ് ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ഒരു ഓഫീസ്, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റാഫ്, ജൂനിയേഴ്സ്, കക്ഷികൾ, അങ്ങനെ തുടങ്ങിയിട്ടൊരു പ്രസ്ഥാനം പോലെയാണ് മിക്കവാറും എല്ലാ അഭിഭാഷകരും. അപ്പോൾ അവർ 2 തരത്തിലുള്ളവരുണ്ട്. ഒന്ന്, എല്ലാ സമയത്തും അഭിഭാഷകർ തമ്മിലുള്ള ഒരു കർക്കശമായ യുദ്ധം രാഷ്ട്രീയ
മായിട്ടുള്ള ഒരു യുദ്ധം ഇങ്ങനെ ഒരു കെടാത്ത കനൽ പോലെ നിലനിർത്തുക എന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട്. അവരെപ്പറ്റി ഞാൻ എൻ്റെ വിനീതമായ അഭിപ്രായം പറയട്ടെ. അവർ അഭിഭാഷക സമൂഹത്തിൻ്റെ ഗുണമല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ രംഗം സംഘർഷപൂരിതമാവുകയും അങ്ങനെ എല്ലാ കാലത്തും ഈ സംഘർഷത്തിൻ്റെ ഒരു മേഖലയായിട്ട് ഈ പയ്യന്നൂരിൻ്റെ ഒരു അന്തരീക്ഷം മാറുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേര്, അത്രയേ ഉള്ളൂ, വളരെ ചുരുക്കം പേര്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണെങ്കിലും മറ്റ് രാഷ്ട്രീയ ആശയങ്ങൾ സ്വാംശീകരിച്ചവരാണെങ്കിലും ഒരുപാട് പേർ വളരെ ധാർമ്മികമായി രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർ. അവർ പറയുന്നത് പയ്യന്നൂരിൻ്റെ ഒരു ഉന്നമനം, വികസനം ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് പയ്യന്നൂരിലത്തെ എല്ലാ അഭിഭാഷകരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയില്ല, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനിലത്തെ അംഗങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ പറഞ്ഞ ധാർമ്മികതയുടെ കാരണങ്ങളാൽ ഒന്നിച്ചു നിന്നു വരാം. പക്ഷെ അതോടൊപ്പം ചേരാൻ മറുപക്ഷത്തുള്ള കുറേ ആളുകളെങ്കിലും അവരുടെ ധാർമ്മിക ബോധം അവരെ അതിനുവേണ്ടി നയിച്ചു. അവർ ചിലരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തു. എനിക്ക് നല്ല ഈ ഓൾ ഇന്ത്യ ലോയേഴ്സിൻ്റെ പാനലിന് വോട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ജയിച്ചു. അതിൽ ട്രഷററുടെ ഒരു സീറ്റ്, ജനറൽ സീറ്റ്, നല്ലൊരാളാണ് വന്നിരിക്കുന്നത്. നല്ലൊരാളാണ് ഞങ്ങളുടെ ഭാഗത്ത് മത്സരിച്ചത്. പക്ഷേ അവർ തമ്മിലുള്ള മത്സരത്തിൽ കുറച്ചും കൂടി സീനിയറായിട്ടുള്ള ഒരാൾ ജയിച്ചു വന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. പക്ഷെ അതിൽ മൂന്ന് പേര് കുറഞ്ഞ വോട്ട് നേടി. അതുകൊണ്ട് അവർ ഒഴിവായി. അതിൽ മറുപക്ഷത്തുള്ള പാനലിൽ നിന്ന് 3 പേര്. എന്തായാലും എല്ലാ രണ്ട് ഭാഗത്തു നിന്നും ജയിച്ചു വന്നവരെല്ലാവരും കൂടെ കൂടിയ ഒരു ഒന്നാന്തരം ടീമാണ് ഇത്തവണ നമ്മളുടെ ഈ പയ്യന്നൂർ ബാർ അസോസിയേഷൻ്റെ നേതൃനിരയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം അതിൻ്റെ ഭരണം രാഷ്ട്രീയ വ്യത്യാസമന്യേ അതുപോലെ തന്നെ യാതൊരു സംഘർഷവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിൽ തന്നെ ഈ ഇലക്ഷന് മുമ്പ് ഇതുവരെ കാണാത്ത രീതിയിൽ പലപ്പോഴും ഒരു സമവായത്തിലൂടെയാണ് പലപ്പോഴും വിജയേട്ടൻ പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഉണ്ടാവുക. ഇടക്കാലത്തെ ഇലക്ഷൻ വന്നത്. എന്നാൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നതും പോയതൊന്നും ആരും അറിയില്ല, നിങ്ങളുടെ ഇടയിൽ മാത്രമാണ്. പക്ഷെ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പയ്യന്നൂരിലെ പുതിയ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷന് മുമ്പേ പൊടുന്നനെ ചില വിഷയങ്ങൾ വരികയും ഹൈക്കോടതി അതിലിടപെട്ടു എന്ന് പറയുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില ഒരു ഗ്രൂപ്പ് ഇവിടെ മൊത്തം അഴിമതിയുടെ ഒരു പ്രതീതിയാണ്, അതിന്റെ നിർമ്മാണ ശൈലി ശരിയല്ല എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോട് ആ വിഷയം പച്ചവെളിച്ചം ലൈവായി ചെയ്ത ആളുമാണ്. എന്താണ് ഒരു സീനിയർ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ, പുതിയ ബാർ കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ എന്താണ് വിജയേട്ടൻ അതിൽ പറയാനുള്ളത്? അതെ, അത് പുതുതായി വന്ന ബാർ അസോസിയേഷൻ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിന് മുമ്പും അതിൽ നമ്മൾ ഇടപെട്ടിട്ടുമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കമ്മിറ്റി അഡ്വക്കേറ്റ് DK ഗോപി പ്രസിഡന്റും രാജേഷ് പിലാങ്കും സെക്രട്ടറിയുമായിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റി വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തുടങ്ങി വെച്ച ഈ കെട്ടിടത്തിൻ്റെ ജോലികൾ ദ്രുതഗതിയിൽ ഏതാണ്ട് അന്തിമ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതിനിടയിലാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ വർഷം തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷം ഉദ്ഘാടനത്തിന് മുമ്പ് കുറച്ച് മുമ്പ് ആണ് അഡ്വക്കേറ്റ് പ്രഭാകരനാണ് റിട്ട് ഫയലാക്കിയത്. അത് വളരെ സൗദ്ദേശത്തോടുകൂടി ഫയലാക്കിയ ഒരു റിട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷേ റിട്ട് ഫയലാക്കുമ്പോൾ ആവശ്യമായ മുഴുവൻ സംഗതികളും അഡ്വക്കേറ്റ് പ്രഭാകരൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒന്ന്, റിട്ട് ഫയലാക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി, നമുക്ക് 5 നില അനുവദിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറും 5 നിലയും അനുവദിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അനുവദിച്ചിരുന്നത് 14 കോടി രൂപയാണ്. അത് അനുവദിച്ചിട്ട് ഇപ്പോൾ 2014 വന്ന അതിൽ മുതൽ ഇങ്ങോട്ട് അനുവദിച്ച് അതിൻ്റെ വർക്ക് നടക്കുന്നതാണ്. അതിനുശേഷം ഉണ്ടായൊരു വലിയ പ്രത്യേകത, പിന്നീട് അങ്ങോട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചു. അതിനു പുറമെ GST അതുവരെ ഉണ്ടായിരുന്ന 6% 12% വർദ്ധിച്ചു. ഇപ്പോൾ ഇത് 2025 ഇപ്പോൾ 24 ആകുമ്പോഴത്തേക്കുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം അനുവദിച്ച അല്ലെങ്കിൽ ഒരു 10 കൊല്ലം 8 കൊല്ലം മുമ്പ് അനുവദിച്ച 14 കോടി രൂപ അന്ന്
5 നിലക്ക് വേണ്ടി 5+1 വേണ്ടി അനുവദിച്ചതാണെങ്കിൽ അത്രയും നിലകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഇപ്പോൾ. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള ഒരുപാട് കോടതി സമുച്ചയങ്ങൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അനുവദിക്കുകയും കെട്ടിപ്പൂർത്തിയാക്കുകയും ചില സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പ്രശ്നം വന്നു. അതായത് ഏതാണ്ട് അവസാനത്തെ 2 നില കെട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അഡീഷണലായിട്ട് 3-4 കോടി രൂപ കൂടെ വേണം എന്നുള്ള സ്ഥിതി വന്നു. അത് അനുവദിച്ചു കൊടുക്കാനാണെങ്കിൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥയിൽ വന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പണം കൊണ്ട് കെട്ടിത്തീർക്കാൻ പറ്റുന്നത്ര കെട്ടിത്തീർക്കുക, അത് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് അതിൽ കോടതികൾ തുടങ്ങാം. അതിനുശേഷം രണ്ടാമത്തെ ഒരു സെക്കൻഡ് ലീവ് എന്നുള്ള നിലയിൽ നഷ്ടപ്പെട്ടു പോയ 2 നില കൂടി അനുവദിച്ച് കിട്ടാനും അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന തരത്തിലൊരു ഉറപ്പ് കിട്ടിയാണ് പല സ്ഥലത്തും അത്തരത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഈ 2 നില പോയിട്ടുണ്ട്. അങ്ങനെ പോകാനുള്ള കാരണം അത് അനുവദിക്കുന്ന കാലത്തുണ്ടായിരുന്ന മെറ്റീരിയൽ കോസ്റ്റും അന്ന് മനസ്സിൽ കണ്ടിരുന്ന തരത്തിൽ തീർക്കാൻ ആവശ്യമായി വരുന്ന പണവും സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഇനി ഈ പൈസ കൊണ്ട് കെട്ടാവുന്നത്രയുമാണ് ഇപ്പോൾ കെട്ടിത്തീർത്തിരിക്കുന്നത്. ആ തീർത്തിടത്തോളം ഭാഗം ഉദ്ഘാടനം ചെയ്താൽ അത് കോടതിയായി നിലവിലുള്ള ഈ അഭിഭാഷകർക്ക് അത് കോടതിയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 2ാം ഘട്ടം എന്നുള്ള നിലയിൽ മറ്റ് നഷ്ടപ്പെട്ടു പോയ 2 നിലകൾ കൂടി നമുക്ക് സമ്പാദിക്കാം എന്നതായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള കാഴ്ച. അത് ശരിക്ക് ഈ റിട്ട് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ 2 നില കെട്ടിടം 2 നിലകൾ നഷ്ടപ്പെട്ടത് അഴിമതിയാണെന്നും ആ 2 നിലകൾ അതിനുവേണ്ടി അനുവദിച്ച അത്രയും പണം ആരോ ഇതിൻ്റെ അകത്ത് നിന്ന് തട്ടിപ്പാക്കി കൊണ്ടുപോയി എന്നും ആരോപിച്ചുകൊണ്ടുള്ള ഒരു റിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിട്ട് വന്നാൽ അതിനുള്ള ദോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അനുവദിക്കുകയും ഇതുവരെ ഇതിനെ പിന്തുടരുകയും ചെയ്ത ഒരു സർക്കാർ പ്രതിക്കൂട്ടിലാവുക. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാകും. ഒന്നതാണ്, നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതിനൊക്കെ ഇത് പ്രതിബന്ധമാകുന്നു. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി ഈ ഒരു റിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ റിട്ട് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഹൈക്കോടതിക്ക് സഹകരിക്കാനും അതിൻ്റെ ഒരു മുൻകൈ എടുക്കാനും സാധിക്കാതെ വരും. ഈ 2 പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ റിട്ട് കൊണ്ടാണ്. ആ റിട്ട് ശരിക്കും പറഞ്ഞാൽ അത് വെൽ ബേസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഇൽ ബേസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ബേസ് കുറവാണ്. അതെങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? അത് നിലവിൽ ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. ഒന്ന്, ആ റിട്ട് ഇവിടെ നിന്ന് പോകണം. 2, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ആ റിട്ട് കൊടുത്തിരിക്കുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കും. അപ്പോൾ അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്കുകളും അതിൻ്റെ ഒരു കഴിഞ്ഞ ബാർ അസോസിയേഷൻ സെക്രട്ടറി അതിൻ്റെ ബാർ കൗൺസിലിൽ നിന്നും കിട്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് കഴിഞ്ഞ ബാർ അസോസിയേഷൻ സെക്രട്ടറി ഒരു ഉത്തരം ഫയലാക്കിയിട്ടുണ്ട്. ആ ഉത്തരം ഫയലാക്കിയത് അതുതന്നെയാണ് അതിൻ്റെ വിശദീകരണം. അപ്പോൾ ആ വിശദീകരണം നമ്മൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഹൈക്കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ആ റിട്ട് തള്ളുകയുമാണ്. അതല്ലെങ്കിൽ നല്ല വഴി ഇനി അത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ നല്ലത് എന്ന് തീരുമാനിച്ച് മിസ്റ്റർ പ്രഭാകരൻ ആ റിട്ട് പിൻവലിക്കുകയാണ്. അത് 2 ആയാൽ മാത്രമേ അത് നടക്കൂ. ഒന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിജയേട്ടൻ ഇവിടുത്തെ വളരെ പ്രധാന സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. അഭിഭാഷക വൃത്തിയുടെ 50 വർഷം പൂർത്തീകരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പയ്യന്നൂര് കോടതി മറ്റ് പ്രദേശങ്ങൾ നമ്മുടെ തളിപ്പറമ്പാവട്ടെ, കണ്ണൂരാവട്ടെ, തലശ്ശേരി ആവട്ടെ, സമീപ പ്രദേശങ്ങളിലെ കോടതിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇവിടെ പല കോടതികളും ലഭ്യമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കെട്ടിടത്തിന്റെ പരിമിതി പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം. അത് നമ്മുടെ കുഞ്ഞികൃഷ്ണനെപ്പോലെ അഡ്വക്കേറ്റ് ജസ്റ്റിസ് കാര്യങ്ങൾ ബാർ കൗൺസിലുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അവർ നടത്തിയ ചില വക്കീൽമാരുടെ യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കോടതികളും ഇവിടെ ലഭ്യമല്ല. അതിന് അഡീഷണൽ ജില്ലാ കോടതി സ്ഥാപിക്കാൻ ആവശ്യമായ മുൻകൈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്ഥാപിച്ചെടുക്കുന്നതിൽ വിജയേട്ടൻ്റെ പോലെയുള്ള സീനിയർ അഭിഭാഷകന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഈ പറഞ്ഞത് സത്യമാണ്. അതായത് പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു വെറും മുനിസിപ്പൽ കോർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് തളിപ്പറമ്പിലുണ്ടായിരുന്ന ഒരു മുനിസിപ്പൽ കോർട്ട് ഇങ്ങോട്ട് 1957 ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ്.
ആ സമയത്ത് 5-6 അഭിഭാഷകർ മാത്രമേ ഉള്ളൂ കേന്ദ്രമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1979 കാലത്ത് ഈ പയ്യന്നൂരിൽ ഒരു 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്ഥാപിക്കുകയാണ്. ഈ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ തെക്കേ ബസാറിലുള്ള ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങി വളരെ പരിമിതമായ നിലയിലാണ് അത് വളർന്നു വന്നത്. ആ സമയത്ത് 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായി ഉയർത്തുകയും അതിന് സ്വന്തമായൊരു കെട്ടിടം അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അത് ഇടതുപക്ഷ മുന്നണിയുടെ കാലത്താണ്. ആ കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കുകയും അതിലേക്ക് കേസുകളെല്ലാം മാറ്റി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായി ഈ കോടതി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വടക്കേ ബസാർ പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം സബ് കോടതി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്ന ആ സമയത്താണ് ജസ്റ്റിസ് അപ്പനായർ കേരള ഹൈക്കോടതിയിലുണ്ടായത്. ശിവരാമൻ നായർ ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ സബ് കോടതി ഇവിടെ അനുവദിക്കുകയും സബ് കോടതിക്ക് അതിന് തുടർന്ന് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും. ആ സബ് കോടതിയാണ് പിന്നീട് പിണറായി വിജയൻ ഇവിടെ മെമ്പറായിരിക്കുന്ന കാലത്ത് സബ് കോടതിയുടെ പുതിയ കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അതേ തുടർന്ന് പുതിയ കെട്ടിടത്തിൻ്റെ കല്ലിടുകയും ചെയ്തു. അതിനുശേഷം ആ കെട്ടിടം പൂർത്തീകരിച്ച് പുതിയ ഒരു സബ് കോടതി ബിൽഡിംഗ് ഇപ്പോൾ കാണുന്ന ഈ പുതിയ സബ് കോടതി ബിൽഡിംഗ് കാണുന്നത് എല്ലാ കാലത്തും കുറേശ്ശെയായി ഡെവലപ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമാണ് പയ്യന്നൂർ. അതായത് ആ തലശ്ശേരി കഴിഞ്ഞാൽ സെക്കൻഡ് ജുഡീഷ്യൽ സെൻറ്റർ എന്നുള്ള നിലയിലേക്ക് പയ്യന്നൂർ കോടതി ഇങ്ങനെ വളർന്നു വന്നതാണ്. പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പുതിയ കോടതികൾ അനുവദിച്ച് വാങ്ങുന്നതിൽ പയ്യന്നൂരിന് സാധിക്കാതെ വന്നു. അപ്പോൾ പയ്യന്നൂരിന് അത്തരത്തിൽ പുതിയ കോടതികൾ അനുവദിച്ച് കിട്ടണം എന്നുള്ള ആവശ്യം പയ്യന്നൂരിലത്തെ മുഴുവൻ അഭിഭാഷകർക്കും ഉണ്ട്. അത് കൃത്യമായി അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് പുതുതായി വരുന്ന ഈ രംഗത്തേക്ക് വരുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്, ജൂനിയേഴ്സ്, അവർക്ക് വേദികളില്ലാതായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് നാൾ ഇവിടെ കറങ്ങിയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയും ഉണ്ടായി. അത് ഈ പയ്യന്നൂരിൻ്റെ ഒരു ശാപം തന്നെയാണ്. അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പുതിയ കോടതികൾ വരണം. അതിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മഹാനായ റെസ്പെക്റ്റഡ് ജസ്റ്റിസ് മിസ്റ്റർ PP കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഒരു നിർദ്ദേശം വെക്കുകയും അത് കേരള ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് വരാം. അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് പക്ഷേ അനുവദിച്ചുവെങ്കിലും അതിനാവശ്യമായ സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കാനോ മറ്റ് ഫെസിലിറ്റീസ് അനുവദിക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെട്ടിടത്തിൻ്റെ ദൗർലഭ്യവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ കെട്ടിടം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കെട്ടിടത്തിൽ പുതിയ ജില്ലാ കോടതി വരികയാണെങ്കിൽ, അഡീഷണൽ ജില്ലാ കോടതി വരികയാണെങ്കിൽ അതിനാവശ്യമായ സ്റ്റാഫിനെ കൂടെ അനുവദിച്ച് കിട്ടേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വരുന്ന ബാർ അസോസിയേഷൻ ഈ വരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ നടത്താൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബാർ അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് നടത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടിന് പുറമെ ഒരു കുടുംബ കോടതി, അതുപോലെ തന്നെ NDPSൻ്റെ ഒരു കോർട്ട് വടകരയിലുള്ളൂ, ഇവിടെയുണ്ട്, ഇവിടെ കിട്ടും നോക്കി. അതുപോലെ ഇൻ്റലിജൻസ് കോർട്ട്, ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോർട്ടുണ്ട്, അത് കിട്ടാനുള്ള ശ്രമം നടത്താം. അതുപോലെ വേറെ 1-2 കോർട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രമമെല്ലാം നടത്താം. പക്ഷേ ഈ ശ്രമം നടത്തുമ്പോൾ ഒരു പ്രധാന പ്രശ്നം കഴിഞ്ഞാൽ സർക്കാരാണ് ഹൈക്കോടതിയും സർക്കാരും കൂടിയാണ് അനുവദിച്ചു തരേണ്ടത്. അതിൽ ഫണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു പിന്നിര അവസ്ഥ, ആ അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അത് എങ്ങനെയെങ്കിലും അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാൻ പൊതുജനാധിപത്യ പ്രസ്ഥാനവും അതുപോലെ തന്നെ നമ്മളുടെ ഈ കോടതിയെ സ്നേഹിക്കുന്ന ഇപ്പം നാട്ടുകാരും അതുപോലെ നമ്മളുടെ പൊതുപ്രവർത്തകരും ഒക്കെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ അതിനുവേണ്ടി സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, കോടതിയിൽ എന്തായാലും പറഞ്ഞതുപോലെ ഇപ്പം വിജയേട്ടൻ പയ്യന്നൂരിന്റെ അഭിഭാഷകനാണ്. കാരണം ഒരുപാട് സാധ്യത സിവിലായാലും ക്രിമിനലായാലും പല വലിയ കോടതികളിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതി പോലുള്ള കോടതികളിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ പരിചയവും അനുഭവവും കരുത്തൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും പയ്യന്നൂരിനെ വിടാതെ പയ്യന്നൂരിൽ തന്നെ നിന്ന ഒരാളാണ്. അതുപോലെ പലരും നിൽക്കണമെന്നില്ല. അതുകൊണ്ട് വിജയേട്ടൻ 50-ാം വാർഷികം, അഭിഭാഷക വൃത്തിയുടെ 50-ാം വാർഷികം ആ ഒരു കാലത്തേക്ക് എത്തിയിരിക്കുകയാണ്.
അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് വിജയേട്ടൻ്റെ 50-ാം വാർഷികം, അഭിഭാഷക വൃത്തിയുടെ 50-ാം വാർഷികം നല്ല രീതിയിൽ പയ്യന്നൂരിൽ ഒരു ആഘോഷിക്കപ്പെടണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ മാധ്യമ പ്രവർത്തകർ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്താണ് 50-ാം വർഷം ത്തിന്റെ നിറവിൽ, അഭിഭാഷക വൃത്തിയുടെ 50-ാം വർഷത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് എന്താണ് വിജയേട്ടന് പറയാനുള്ളത്? അത് ഒരു 23-ാമത്തെ വയസ്സിലാണ് അഭിഭാഷകനായിട്ട് എൻ്റെ അച്ഛൻ എന്നെ അഡ്വക്കേറ്റ് MK ദാമോദരൻ, എൻ്റെ സീനിയർ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതുവരെയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തനവും ആ കാലത്തെ എൻ്റെ ഒരു ജീവിത രീതിയും എനിക്ക് ഒരിക്കലും ഒരു ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഒരു പ്രൊഫഷണലായിട്ട് വളരാൻ കഴിയുമെന്നല്ല വിചാരിച്ച് ഒരു പൊതുപ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നായിരുന്നു അച്ഛൻ്റെ ധാരണ. പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്തായാലും ഒരു പ്രൊഫഷൻ നീ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ആ പ്രൊഫഷനിൽ പോകാവുന്നത്ര മുന്നോട്ട് പോകും. അതിന് പുറമെ എപ്പോഴാണ് അത് ഉപേക്ഷിച്ച് പൂർണ്ണസമയം പൊതുപ്രവർത്തനം നടത്തേണ്ടി വരുന്നത് അപ്പോഴും നിനക്ക് പോകാം എന്നുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് MK ദാമോദരൻ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവനെ ഒരു മനുഷ്യനാക്കണം എന്നാണ്, അഭിഭാഷകനാക്കണം എന്നല്ല. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇരുന്നെഴുന്നേറ്റതുപോലെയാണ് ഈ കഴിഞ്ഞ 50 വർഷം. ഒരിക്കലും തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 50 വർഷം കഴിഞ്ഞു എന്ന് ഇപ്പോൾ എല്ലാവരും പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ. കാരണം അങ്ങനെ ഒരു തിരക്കിൽ ജീവിക്കുകയും കഴിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 50 വർഷം. അതിൽ പയ്യന്നൂരിനെ വിടാതെ കൂടാൻ എന്താ കാരണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്. അതിനൊരു കാരണം MK ദാമോദരൻ, എൻ്റെ സീനിയർ MK ദാമോദരൻ ഹൈക്കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പറഞ്ഞതാണ്, ഈ തലശ്ശേരിയിലത്തെ ഓഫീസിൻ്റെ ചാർജ് നീ എടുക്കണം, ക്രമേണ ഹൈക്കോടതിയിലേക്ക് വരേണ്ടി വരും, കാരണം എനിക്കൊരു സഹായമാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് അന്നേരം പറഞ്ഞു, അച്ഛന് നല്ല വയസ്സായി, അച്ഛന് നടക്കാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഞാനാണ് മൂത്ത ആൾ, എനിക്ക് താഴെ 5 പേരുണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് നോക്കാനെങ്കിലും ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരെ കരിവള്ളൂരിലേക്ക് വന്നത്. കരിവള്ളൂരിലേക്ക് വരികയും ആദ്യം തളിപ്പറമ്പിലും പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പയ്യന്നൂരിലും എൻ്റെ ഈ പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്ത അതാണ്. പയ്യന്നൂർ വിടാതെ ഈ പയ്യന്നൂരിൽ തന്നെ നിന്നതിൻ്റെ ഒരു പ്രധാന കാരണം കുടുംബത്തിൻ്റെ ഒരു തലവൻ ഞാനാണ്, പിന്നെ കുടുംബത്തെ നോക്കാൻ മറ്റാരുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ കൂടിയത് എന്ന് വിചാരിച്ച് ഞാൻ മറ്റ് കേന്ദ്രങ്ങളിൽ പോകാതിരുന്നിട്ടില്ല. ഇപ്പോൾ തലശ്ശേരി തന്നെ ദാമോദരൻ വക്കീൽ ഇവിടെ നിന്ന് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. അതുപോലെ കുഞ്ഞിരാമേനോൻ അഡ്വക്കേറ്റ്, മഹാനായ അഡ്വക്കേറ്റ് കുഞ്ഞിരാമേനോൻ, അദ്ദേഹത്തിൻ്റെ 12ഓളം മർഡർ കേസുകളിൽ ഡെസ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷവും അദ്ദേഹം വിളിക്കുമ്പോഴൊക്കെ അവിടെ പോകും. MK ദാമോദരൻ വക്കീൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്യും, ദാമോദരൻ എന്നെ വിളിച്ച് പറയും, ഇങ്ങനെ MKD പിന്നെ കുഞ്ഞിരാമേനോൻ വരുന്നുണ്ട്, ആ വർക്ക് ഒന്ന് സഹായിക്കണം എന്ന് പറയാം. അന്നേരം ഇവിടുത്തെ വർക്കെല്ലാം വിട്ടിട്ട് അവിടെ പോയി സ്വാഭാവികമായിട്ട് ആ വർക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ കേന്ദ്രം വിടാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം വിടാൻ കഴിയാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെയുള്ള നമ്മുടെ പാർട്ടിയുടെ ആൾക്കാർ, നമ്മുടെ സാധാരണ മനുഷ്യർ, അവരെല്ലാം ഒരു രക്ഷാകേന്ദ്രമായിട്ട് എല്ലാ കാലത്തും എന്നെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ നന്മകളും എൻ്റെ ഭാവിയും എൻ്റെ അതൊന്നും ആലോചിച്ച് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഈ പയ്യന്നൂർ എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിൽ, അതിന് പരിമിതമായൊരു കേന്ദ്രമാണെങ്കിലും തിരക്കില്ല, ഈ കേന്ദ്രത്തിൽ എനിക്ക് ചുറ്റുമുള്ള ഇവിടുത്തെ നാട്ടുകാരുടെ, എൻ്റെ അച്ഛന് ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരുടെ, അവരുടെ ഒരു സംരക്ഷണം, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, അതിൽ വിജയുടെ പിന്നെ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. കുടുംബത്തിന്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ശരിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതെല്ലാം ശരിയുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലെ പിന്നെ എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, അതിന് ഒരു മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്നത് അഡ്വക്കേറ്റ് K വിജയകുമാർ. അത് നിങ്ങൾ ഉണ്ടാക്കിയ, വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സ്ഥാനമാണ്. അത് ആരും തന്നതൊന്നുമല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിയമമേഖലകളിൽ കുറേയും കൂടുതൽ പിന്നെ വലിയൊരു സ്ഥാനം കിട്ടാൻ, പിന്നെ വലിയ രീതിയിൽ വളർന്നു വരാൻ, വലിയ പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം വേണ്ടെന്ന് വെച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗിൽറ്റി കോൺഷ്യസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലില്ല. കാരണം ഞാൻ ഇപ്പോഴും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്.
അത് എൻ്റെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കുന്ന ഉത്തരവാദിത്തം. അതല്ലാതെ അഭിഭാഷകൻ എന്ന നിലയിൽ ഇവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോവുകയും അല്ലെങ്കിൽ വലിയ വലിയ നിലകളിൽ പോവുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമേ അല്ല. ഇത് പൊതുപ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകുന്നത് സാമൂഹ്യ പ്രവർത്തനമായിട്ട് എൻ്റെ ഒരു പാർട്ടി, ആ പാർട്ടി ഘടനകൾ, സംഘടനകൾ, അതിനൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഞാൻ നിൽക്കുന്ന എൻ്റെ അഭിഭാഷക മേഖലയിൽ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ, അതിൽ ഈ 1952 അത് ഉണ്ടാക്കിയത് മുതൽ ഇതുവരെ അതോടൊപ്പം സഞ്ചരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും പയ്യന്നൂരിൽ അഭിഭാഷകനായി ഞാൻ ഇത്രയും കാലം നിന്നു എന്നുള്ളതുകൊണ്ട് എനിക്കൊരു നഷ്ടബോധവുമില്ല. എനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ അർഹിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിപ്പോൾ ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയാൽ ഒരുപക്ഷെ കുറേ കൂടി അറിയപ്പെടുകയും ശ്രദ്ധേയനാവുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെ അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷമില്ല. മനുഷ്യൻ്റെ സന്തോഷമാണ്. തീർച്ചയായും എനിക്ക് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബങ്ങൾ, പാർട്ടി, സമൂഹം അവരൊക്കെയാണ്. പിന്നെ പുതിയ അഭിഭാഷകരോട് 50 വർഷം പൂർത്തിയാക്കിയല്ലോ ഈ മേഖല, പുതിയ അഭിഭാഷകരോട് എന്താണ് വിജയേട്ടന് പറയാനുള്ളത്? ഒന്ന് പ്രധാനമായിട്ട് അവർ പഴയ അഭിഭാഷകരല്ലെങ്കിൽ പഴയ തലമുറയേക്കാൾ ബ്രില്യൻ്റാണ്, വളരെ ബ്രില്യൻ്റാണ്. പിന്നൊന്ന് 1975 ഞാൻ കടന്നു വരുന്ന സമയത്താണ് ഈ പഴയ ആക്ട് നിയമങ്ങൾ, അതായത് CRPC അമെൻഡ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ 50 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ആക്ടുകൾ വരുന്നത്. ഈ സമയത്ത് മറ്റൊന്നുകൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എഴുതി അവതരിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം സ്വാംശീകരിക്കാനും അതെല്ലാം നടപ്പിലാക്കാനും അതെല്ലാം അറിവുള്ളവരാണ് ഈ ചെറുപ്പക്കാർ. അവർക്ക് നല്ല കപ്പാസിറ്റിയും കഴിവുള്ളവരാണ്. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഫയലിങ്ങും പേയ്മെൻറ്റും അതുപോലെ തന്നെ കോഡ്സിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ കോടതിയിലുള്ള മിക്കവാറും എല്ലാം കമ്പ്യൂട്ടറിലാണ് അടിക്കുന്നത്. എല്ലാം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് പുതിയ തലമുറ. ഒന്നേ ഉള്ളൂ, പുതിയ തലമുറ കുറേ കൂടെ ഡെഡിക്കേറ്റഡ് ആവാനുണ്ട്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ രാപകലില്ലാണ്ട് കഷ്ടപ്പെടണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ തലയിലുണ്ടാവും എപ്പോഴും. പക്ഷെ അതില്ലാതെ ഈ പ്രൊഫഷന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒന്നേ ഉള്ളൂ, പുതിയ തലമുറ വേണ്ടത്ര കഴിവുകളുള്ള ഈ അഡ്വക്കേറ്റ്സ് പ്രൊഫഷൻ അത്യാവശ്യം ഈ കാലഘട്ടത്തിനനുസരിച്ച് വരേണ്ടുന്ന അത്ര തന്നെ ബുദ്ധിയും കഴിവുമുള്ളവരാണ് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ. ഒന്നേ അവർ വേണ്ടു, അവർ കഠിനമായി ഈ കാര്യത്തിൽ ഈ പ്രൊഫഷനിൽ അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്. 2, അവർ കലാലയത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കോടതിയുടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രധാന അജണ്ട ഇതായിരിക്കും. അല്ലാതെ 6 മണി വരെയുള്ളൊരു ചൊറയാണ് ഈ പ്രൊഫഷൻ, അത് കഴിഞ്ഞാലാണ് ജീവിതം എന്ന ഒരു തോന്നലിൽ നിന്ന് അവർ രക്ഷപ്പെടുക എന്നതാണ്. എന്നാൽ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് ഒരു ഒന്നാന്തരം അഭിഭാഷക സമൂഹമാണ്. ഒരു ചോദ്യം കൂടെ നമുക്ക് എന്നിട്ട് നിർത്താം. വിജയേട്ടൻ തിരക്കേണ്ട കണക്കാരാ, കുറേ ആളുണ്ട്. പിന്നെ ഈ നമ്മുടെ വിജയേട്ടൻ ഇപ്പം ഞാനൊക്കെ വളരെ ചെറിയ കാലം മുതൽ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ വിജയേട്ടനെ കാണുന്നുണ്ട്. ആ തിരക്ക് കാണുന്നുണ്ട്. എപ്പോഴും ആളുകളുടെ ബഹളം, കേസ് പഠിക്കൽ, ഫയൽ നോക്കൽ, ഡ്രാഫ്റ്റ് ചെയ്യൽ, പറഞ്ഞു കൊടുക്കൽ, അതൊക്കെ കാണുന്ന ആളാണ് ഞാനൊക്കെ. ശരിക്കും പറഞ്ഞാൽ എത്ര മണിക്കൂർ പണിയെടുക്കുന്നുണ്ട് ഒരു ദിവസം? അത് ഞാൻ അധികം പുറത്തു പറയാത്ത, പക്ഷേ രാവിലെ 6:30 എഴുന്നേൽക്കുകയും രാത്രി 1:30 ഉറങ്ങുകയും ചെയ്ത ഒരാളാണ്. അതെൻ്റെ 23ാമത്തെ വയസ്സ് മുതൽ ഇതുവരെ, ഇപ്പോൾ 73 വയസ്സ്. ഇത്രയും കാലത്തിനിടയിൽ എല്ലാ സമയത്തും ഞാൻ സൂക്ഷിച്ചു വന്ന ഒരു, കാരണം എൻ്റെ ഗുരു എൻ്റെ 2 മണിക്കാണ് കാർ സ്റ്റാർട്ട് ചെയ്യുക, രാവിലെ 7 മണിക്ക് ഓഫീസിൽ കൊടുത്തു. എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് എപ്പോഴാണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് സൂത്രവാക്യമൊന്നുമില്ല, അതികഠിനമായ വർക്ക്, കഠിനമായ പ്രവർത്തനം. അത് മാത്രമല്ല അതിൽ നിന്നുള്ള എൻജോയ്മെന്റ്, അതിൽ നിന്ന് നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ വേറെ എൻജോയ്മെന്റ് പോകേണ്ടതില്ല, ഒന്നുമില്ല. ഭയങ്കര പ്ലസന്റ് ആണെന്ന് വിചാരിക്കണം എല്ലാ കാലത്ത്, എപ്പോഴും കണ്ടാൽ ചിരിച്ചുകൊണ്ട്. അത് ഇതുകൊണ്ടാണ്, അതിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിച്ചാൽ പ്രശ്നമില്ല. നമ്മൾക്ക് വിജയേട്ടനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏതായാലും ഇപ്പം വിജയേട്ട തിരക്കിലാണ്, എനിക്ക് തിരക്കില്ല. അതുകൊണ്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുന്നു. പക്ഷേ പയ്യന്നൂരിനോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ പയ്യന്നൂരിന്റെ അഭിഭാഷകനായിട്ടുള്ള, പയ്യന്നൂരിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, അതുപോലെ തന്നെ നിയമ മേഖലകളിൽ വിരാജിച്ചു നിൽക്കുന്ന, തലയെടുപ്പോടുകൂടി നിൽക്കുന്ന 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള വിജയേട്ടനെ
വക്കീലന്മാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പയ്യന്നൂരിന്റെ പൊതുസമൂഹം, രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ പൊതുസമൂഹം, ഭരണസമൂഹം ഒക്കെ വിജയേട്ടന്റെ 50-ാം വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു മുൻകൈ എടുക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. അത് അദ്ദേഹം അർഹിക്കുന്നതാണ്, അത് ഉണ്ടാവണം. അതിലൊരാളാവാൻ പച്ചവെളിച്ചത്തിനും അങ്ങേയറ്റ അഭിമാനമുണ്ട് എന്നാണ് പറയാനുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും പ്രിയപ്പെട്ട വിജയേട്ടന് നേരുന്നു. ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.